വെൽക്കം ടു വിങ്സ് ക്യാമ്പസ്. ഇന്ന് നമ്മൾ 9th മാത്സിലെ ഇൻട്രൊഡക്ഷൻ ടു ലീനിയർ പോളിനോമിയൽ എന്നൊരു ചാപ്റ്ററാണ്. നമ്മളുടെ സെക്കൻഡ് ചാപ്റ്റർ ആണ്. വളരെ രസമുള്ള ചാപ്റ്ററും കൂടിയാണ്. അപ്പോൾ ശ്രദ്ധിച്ച് പഠിക്കാം, നമുക്ക് ഒരുമിച്ച് പഠിക്കാം. ഓക്കെ നമ്മൾ ഫസ്റ്റ് തന്നെ ഇതിലെ ഒരു ആൾജിബ്രായിക് എക്സ്പ്രഷൻ ആണ് പരിചയപ്പെടുത്താൻ പോണത്. ഏതാണ്? ആൾജിബ്രായിക് എക്സ്പ്രഷൻ 4x + 5y + 3. നോക്കേ, നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ്. ഒന്നും കൂടി എന്ത് ചെയ്യാ, ഒന്ന് റിവൈസ് ചെയ്യാം കേട്ടോ. 4x 5y 3 ഇതിന് ടേംസ് എന്നാണ് പറയുന്നത്. എന്താ മക്കളെ പറയുന്നത്? ടേംസ്. ഇനി അതിന്റെ എക്സ് വൈ എന്ന് പറയുന്ന ലെറ്റർ നമ്പർ ആണ് അല്ലെ. ആ ലെറ്റർ നമ്പറിന്റെ വാരിയബിൾസ് എന്നാണ് പറയുക. എന്താ പറയുന്നത്? വാരിയബിൾസ്. ഓക്കെ, ഇതിന്റെ കൂടെ നമ്പേഴ്സ് ഉണ്ട് അല്ലെ. 4 ഉണ്ട്, 5 ഉണ്ട്. ഇവയ്ക്ക് കൂടെ എന്തുണ്ട്? നമ്പേഴ്സ് ഉണ്ട്. ഈ നമ്പേഴ്സിനെ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നു. എന്ത് പറയുന്നു? കോഎഫിഷ്യന്റ്. ഇനി ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരാളുണ്ട് അല്ലെ, 3. ഇതിനെ കോൺസ്റ്റന്റ് എന്നാണ് പറയുന്നത്. എന്താ പറയുന്നത്? കോൺസ്റ്റന്റ്. ഓക്കെ അല്ലേ? ഇത്രയും കാര്യം പഠിച്ചില്ലേ? ഇനി നെക്സ്റ്റ് നമ്മളുടെ ടോപ്പിക് എന്താണ്? പോളിനോമിയൽ. പോളിനോമിയൽ കേട്ടിട്ടുണ്ടോ? പോളിനോമിയൽ എന്ന് പറയുന്നത് ഈ ആൾജിബ്രായിക് എക്സ്പ്രഷൻ നമ്മളിപ്പോൾ പഠിച്ചില്ലേ. അതിന്റെ വാരിയബിൾസ് പഠിച്ചു, അതേപോലെ തന്നെ കോഎഫിഷ്യന്റ് എന്താണെന്ന് പഠിച്ചു, പിന്നെ എന്ത് പഠിച്ചു? കോൺസ്റ്റന്റ്. ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞതാണ്. ഓക്കെ, ഈ എക്സ് എന്ന് പറയുന്നത് വാരിയബിൾ ആണ് അല്ലെ. ആ വാരിയബിളിന് പവർ കൂടി വന്നാൽ അതെന്തായി മാറും? പോളിനോമിയലാവും. ഓക്കെ, അപ്പൊ 4x ഫസ്റ്റ് എന്താ നോക്കാം. 4x അല്ലേ. 4xന് എന്തുണ്ട്? പവർ ആയിട്ട് 1 ഉണ്ട്. അപ്പൊ ഇതൊരു പോളിനോമിയൽ ആണ്. അതേപോലെ തന്നെ 2y - 5. 2y ഇതിനും എന്തുണ്ട്? പോളിനോമിയൽ 2y - 5. ഇതിനെന്ത്? പവർ ആയിട്ട് 1 ഉണ്ട്. ഓക്കെ, ഇനി മൂന്നാമത്തത് x² + 1. സ്ക്വയർ ആയിട്ട് ഇവിടെ ഉണ്ട് അല്ലേ. അപ്പോൾ ഇതും ഒരു പോളിനോമിയൽ ആണ്. ഇനി ലാസ്റ്റ് ഒരു പോളിനോമിയൽ നോക്കിയേ. 5y³ + y² + 2y - 1. ഇതാണ് പോളിനോമിയൽ. ഇതിന് വാരിയബിൾസ് ഉണ്ട്, അതേപോലെ തന്നെ കോഎഫിഷ്യന്റ് ഉണ്ട്, എന്തുണ്ട്? പവേഴ്സ് ഉണ്ട്. അപ്പം ഇത്രയും പോളിനോമിയൽസ് പരിചയപ്പെട്ടോ? ഓക്കെ, ഇനി എന്താണ് ഡിഗ്രി എന്നാണ് അടുത്ത പഠിക്കാൻ പോകുന്നത്. ഡിഗ്രി, ഈ ഹയസ്റ്റ് പവർ ഓഫ് ദ വാരിയബിൾ ഇൻ എ പോളിനോമിയൽ ഈസ് കോൾഡ് ഡിഗ്രി. ആണോ? ഹയസ്റ്റ് പവർ ഇവിടെ നോക്കിയേ, ലാസ്റ്റ് നോക്കിയേ. ഇതിൽ എന്താണ് ഹയസ്റ്റ് പവർ ആയിട്ട് 3 ആണ് അല്ലേ. അപ്പൊ ഇതിന് ഡിഗ്രി എന്നാണ് പറയുന്നത്. ഡിഗ്രി അപ്പൊ എന്ത് വരും? ഡിഗ്രി 3. അപ്പൊ അതും പഠിച്ചു. എന്താണ് ഡിഗ്രി എന്നും പഠിച്ചു. ഒക്കെ അല്ലേ, സെറ്റ് അല്ലേ? ഇനി നെക്സ്റ്റ് ഡിഗ്രിയിലത്തെ കുറച്ച് കാര്യങ്ങളും കൂടി അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. നോക്കാം. 5y³ + y², 2y - 1. അതിന്റെ ഏറ്റവും ഹയസ്റ്റ് പവർ ഇവിടെ ഏതാ? 3 അല്ലേ. അതിന്റെ ഡിഗ്രി അപ്പൊ 3 ആണ്. ഇത്തരം പോളിനോമിയലിനെ ക്യൂബിക് പോളിനോമിയൽ എന്നാണ് പറയുന്നത്. എന്താണ്? ക്യൂബിക് പോളിനോമിയൽ. ഓക്കെ, ഇനി രണ്ടാമത്തെ പോളിനോമിയൽ x² + 1 is a polynomial of degree 2. ഇവിടെ ഹയസ്റ്റ് ഏതാ? 2 അല്ലേ. സോ such polynomials are called quadratic polynomial. ഈ പോളിനോമിയൽ എന്താ പറയാ? quadratic polynomial എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി മൂന്നാമത്തെ പോളിനോമിയൽ 2y - 5 is a polynomial. ഇവിടുത്തെ ഡിഗ്രി എന്താ? 1. കാരണം ഇവിടെ എന്താ പവർ ആയിട്ട് വന്നേക്കുന്നത്? 1 അല്ലേ. ഓക്കെ, സച്ച് പോളിനോമിയൽ ആർ കോൾഡ് ലീനിയർ പോളിനോമിയൽ. എന്താ പറയുന്നത്? ലീനിയർ പോളിനോമിയൽ. ഇനി കോൺസ്റ്റന്റ് 8 എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, 8 മാത്രമേ ഉള്ളൂ. ഓക്കെ, 8 x⁻⁴. ഇങ്ങനെയാണ് ഇതിനെ ഡിനോട്ട് ചെയ്യുന്നത്. നോക്കിയേ, ഇതിന് എന്ത് വരാം? x⁻⁴ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, 1 ആണ് അല്ലേ. അപ്പോ ഈ പോളിനോമിയൽ ഡിഗ്രി എന്താണ്? 0 ആണ്. സച്ച് പോളിനോമിയൽ കോൾഡ് കോൺസ്റ്റന്റ് പോളിനോമിയൽ. അപ്പൊ ഇതിനെന്താ പറയാ? കോൺസ്റ്റന്റ് പോളിനോമിയൽ എന്ന് പറയും. ഓക്കെ അല്ലേ. അപ്പൊ ഡിഗ്രിനെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. ഇത്ര അറിഞ്ഞിരിക്കാം കേട്ടോ. ഇനി നെക്സ്റ്റ്, ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യാ? എക്സസൈസിലെ കുറച്ച് പ്രോബ്ലംസ് ചെയ്തു നോക്കാം. ഐശ്വര്യമായിട്ട് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചേ. ഫൈൻഡ് ദ ഡിഗ്രി ഓഫ് ദ ഫോളോയിങ് പോളിനോമിയൽസ്. ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നോക്കിയേ, ഫസ്റ്റത്തെ പോളിനോമിയൽ 2x² - 5x + 3. ഇതാണ് പോളിനോമിയൽ അല്ലേ. ഇത് ഡിഗ്രി കാണാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഡിഗ്രി എന്ന് പറയുന്ന ഹയസ്റ്റ് പവർ അല്ലേ. ഹയസ്റ്റ് പവർ ഇവിടെ ഏതാ? 2.
അപ്പൊ ഇതിന്റെ ആൻസർ 2. ഭയങ്കര സിമ്പിൾ ആണ് കേട്ടോ. ഇനി രണ്ടാമത്തെ y³ + 2y - 1 അല്ലേ? ഇതിന്റെ ഡിഗ്രി ഹയസ്റ്റ് പവർ നോക്കിയടാ. ഹയസ്റ്റ് പവർ 3. അപ്പൊ ഡിഗ്രി 3. ഇനി -9 x⁻0 എന്നാണ് നമ്മൾ എഴുതുക അല്ലേ? അപ്പൊ ഇവിടുത്തെ ഡിഗ്രി എന്ന് പറയുന്നത് 0. ഇനി ലാസ്റ്റ് പോളിനോമിയൽ 4z - 3. ഓക്കെ, ഇതിന്റെ പവർ എന്താ? 1 ആണല്ലേ? ഓക്കെ, ഇതിന്റെ പവർ എന്താ? 1 ആണല്ലേ? ഓക്കെ, അപ്പൊ ഡിഗ്രി = 1. ഓക്കെ അല്ലോ, സെറ്റ് ആണോ അത്? ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് ദ പോളിനോമിയൽ ഓഫ് ഡിഗ്രി 1, 2 and 3. നമ്മളോട് പോളിനോമിയൽ എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പൊ ഡിഗ്രി 1 ആയി. ഡിഗ്രി 1 എന്ന് പറയുമ്പോൾ ആ പോളിനോമിയലിന്റെ പേരെന്താ? ലീനിയർ. എന്താണ്? ലീനിയർ. ലീനിയറിന്റെ ഒരു എക്സാമ്പിൾ ചെയ്തേ. 4y + 9. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ നിങ്ങൾ ഡിഗ്രി 2 എന്ന് പറയുന്നത് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. ക്വാഡ്രാറ്റിക് പോളിനോമിയൽസ് ഇതെന്തോ ഡിഗ്രി ഒരു എക്സാമ്പിൾ എഴുതിയടാ. 2y² - 5y + 7. അപ്പൊ അതിനും ഒരു എക്സാമ്പിൾ എഴുതി. ഇനി 3 എന്ന് പറയുന്നത് ക്യൂബിക് അല്ലേ? ക്യൂബിക് പോളിനോമിയൽ 4y³ + 8y - 9. അപ്പോൾ 3 എണ്ണവും നമ്മൾ എഴുതി. ഓക്കെ അല്ലേ? ഇനി തേർഡ് ക്വസ്റ്റ്യൻ നോക്കിയേ. വാട്ട് ആർ ദ കോഎഫിഷ്യന്റ് ഓഫ് x² and x³ ഇൻ ദ പോളിനോമിയൽ? കോഎഫിഷ്യന്റ് ഓൾറെഡി പഠിച്ച കാര്യമാണ്. എന്താണ്? ഇതിന്റെ കൂടെയുള്ള നമ്പേഴ്സ്. അപ്പൊ x² കൂടെയുള്ള നമ്പർ ഏതാ? കോഎഫിഷ്യന്റ് ഓഫ് x² = x². നോക്കിയേ, x² കൂടെയുള്ള നമ്പർ ഏതാ? 6. ഓക്കെ, ഇനി x³ കോഎഫിഷ്യന്റ് ഓഫ് x³ എടുത്തേടാ. x³ എടുക്ക്. x³ എടുക്കുമ്പോ അതിന്റെ കൂടെയുള്ള നമ്പർ ഏതാ? -3. അപ്പൊ ആൻസർ -3. ഭയങ്കര സിമ്പിൾ ആണ്. ഓക്കെ, ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ കോഎഫിഷ്യന്റ് ഓഫ് സെറ്റ് ഇൻ ദ പോളിനോമിയൽ? തന്നിരിക്കുന്ന പോളിനോമിയലിന്റെ സെറ്റിന്റെ കോഎഫിഷ്യന്റ് ഏതാണ്? നോക്കിയേ, ഇത് പോളിനോമിയൽ നോക്കിയേ. 4z³ + 5z² - 11. ഇതില് സെറ്റ് എന്ന് പറഞ്ഞ വാരിയബിൾ ഉണ്ടോ ഇവിടെ? ഇല്ല. അപ്പൊ അതെന്താ? ആൻസർ 0. ഇതിന്റെ കോഎഫിഷ്യന്റ് 0 ആണ്. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ കോൺസ്റ്റന്റ് ടേം ഓഫ് ദ പോളിനോമിയൽ? ഇതിൽ കോൺസ്റ്റന്റ് എന്ന് പറയുന്ന ആരാ? ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരാളല്ലേ? അല്ലെ? കോൺസ്റ്റന്റ് അങ്ങനെയല്ല, വാരിയബിൾ ഒന്നുമില്ല. അതായത് വിത്തൗട്ട് വാരിയബിൾ ആണ്. അത് -10. ആൻസർ ഇവിടെ വരുന്നത് -10. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും കാണാൻ, അടിപൊളിയായിട്ട് പഠിക്കാം. താങ്ക് യു.